ഓണമെത്തിയിട്ടും കൂലിയും ഇൻസെന്റീവ് ലഭിക്കാതെ കൈത്തറി മേഖലയിലെ നെയ്ത്തുതൊഴിലാളികൾ ദുരിതത്തിലാണ്. സ്കൂൾ യൂണിഫോം നെയ്ത് നൽകിയ വകയിൽ 9 മാസത്തെ കൂലി ഇവർക്ക് കുടിശ്ശികയാണ് ഇപ്പോഴും. വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കാത്തതാണ് കൂലി വൈകാൻ കാരണം. കൃത്യമായി പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൈത്തറി തൊഴിലാളികൾ സ്കൂൾ തുറക്കും മുൻപ് നെയ്ത്ത് പൂർത്തിയാക്കി യൂണിഫോമുകൾ കൈമാറിയത്. എന്നാൽ കൂലി ഇപ്പോഴും കുടിശ്ശികയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ കൂലി ലഭിച്ചത് ഈ വർഷം മാർച്ചിലാണ്. പിന്നീട് 1 രൂപ പോലും നൽകിയിട്ടില്ല. ഓണക്കാലത്തെങ്കിലും കുടിശ്ശിക തുക മുഴുവൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. സ്കൂൾ യൂണിഫോമാണ് ഇപ്പോൾ നെയ്യുന്നത് 2017 മുതൽ. മറ്റുള്ള കൈത്തറിൻ്റെ തനത് ഉൽപ്പന്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ആ യൂണിഫോമിൽ ഇപ്പോൾ 2025 നവംബർ മാസം മുതൽ ഈ ആഗസ്റ്റ് ആയിപ്പോൾ 9 മാസം കഴിഞ്ഞു കൂലി ലഭിക്കുന്നില്ല ഇതുവരെയായിട്ട്. തുണി സൊസൈറ്റി കൊടുക്കും, അതുപോലെ തന്നെ ഹാൻഡ് വീവിൻ്റെ നെയ്യോ ഹാൻഡ് വീവിലും കൊടുക്കും. കോഴിക്കോട്ടെ മാണിക്കോത്ത് വീവേഴ്സ് സൊസൈറ്റി മുഖേന തുണി നെയ്തു നൽകിയ വകയിലും ഹാൻഡ് വീവിന് നൽകിയ വകയിലും തൊഴിലാളികൾക്ക് തുക ലഭിക്കാനുണ്ട്. സൊസൈറ്റിയിൽ സ്കൂൾ യൂണിഫോമിന് 1 മീറ്ററിന് 77 രൂപയാണ് ലഭിക്കുക. ചില സൊസൈറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ത്രിഫ്റ്റ് നിക്ഷേപമായി 6% PF വിഹിതവും ഇതിൽ നിന്ന് നൽകണം. കൂലിയുടെ 40% തുക തുണി നൽകുമ്പോൾ ലഭിക്കും. ബാക്കി തുകയാണ് കുടിശ്ശിക. ഹാൻഡ് വീവിന് നൽകിയ തുണിയുടെ മുഴുവൻ പണവും ലഭിക്കാൻ ബാക്കിയാണ്. മീറ്ററിന് 100 രൂപ നിരക്കിലാണ് ലഭിക്കേണ്ടത്. മറ്റു തുണിത്തരങ്ങൾക്ക് സൊസൈറ്റി വില നിശ്ചയിക്കുമ്പോൾ സ്കൂൾ യൂണിഫോമിന് സർക്കാർ നിശ്ചയിച്ച തുകയാണ് നൽകുന്നത്. കൈത്തറി മേഖലയുടെ പ്രോത്സാഹനത്തിനായി നൽകുന്ന ഇൻസെന്റീവും 2019 മാർച്ച് മുതൽ കുടിശ്ശികയാണ്. 2019 നിശ്ചയിച്ച തുച്ഛമായ കൂലിയാണ് ഇവർക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. സാമ്പത്തികമായിട്ട് ലേശോടി മുന്നോട്ട് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻസെന്റീവ് ഏർപ്പെടുത്തിയത്. അത് 34 മീറ്ററിലെ ഒരു പീസ്. ആ 34 മീറ്റർ നെയ്താൽ ഒരാഴ്ചയ്ക്ക് കൊണ്ട് 1000 റുപ്യാണ് അതിന് ഇൻസെൻറ്റീവ് കിട്ടുക. അത് 2019 മാർച്ച് മുതൽ കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞു, ആ ഇൻസെൻറ്റീവ് കിട്ടിയുമില്ല. നമ്മൾ ഇത് ഹാൻഡ്ലൂം ഡയറക്ടറേറ്റിൽ നിന്നാണ് ഇതിൻ്റെ പൈസ വരേണ്ടത്. അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് പറഞ്ഞത് ഫണ്ടില്ലാത്ത കൊണ്ടാണ് തരാത്തതെന്നാണ്. 2019 നിശ്ചയിച്ച കൂലിയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റു മേഖലയിലെല്ലാം കൂലി വർധന ഉണ്ടാകുമ്പോഴും 7 വർഷം മുൻപത്തെ കൂലിയിൽ നിന്ന് 1 രൂപ പോലും ഇവർക്ക് കൂടിയിട്ടില്ല. നിർമ്മാണ വസ്തുക്കൾക്ക് വില വർദ്ധിക്കുന്നതും തിരിച്ചടിയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.